ലൈഫ് ഓഫ് കെമിസ്ട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഗ്യാസ് ലോസസിനെ കുറിച്ചായിരുന്നു. അതിൽ ആദ്യത്തെ ലോ ആയിട്ടുള്ള ബോയിൽസ് ലോ പഠിച്ചു. ഇനി രണ്ട് ലോസ് കൂടിയുണ്ട്, ചാൾസ് ലോയും അവഗാഡ്രോസ് ലോയും. ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ചാൾസ് ലോയും അവഗാഡ്രോസ് ലോയുമാണ്. ആദ്യം തന്നെ ചാൾസ് ലോ എന്താണെന്ന് നോക്കാം. ചാൾസ് ലോ എന്ന് പറയുന്നത് വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ് തരുന്നത്. ഓർക്കുക, വോളിയം ടെമ്പറേച്ചർ റിലേഷനാണ് ചാൾസ് ലോ. ഇനി എന്താണ് ചാൾസ് ലോ പറയുന്നത് നോക്കാം. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. If V is volume and T the temperature, then V by T will be constant. അതായത് പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഒരു ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. ഇവിടെ ശ്രദ്ധിക്കണം, ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലായിരിക്കും, അല്ലാതെ ഡിഗ്രി സെൽഷ്യസിലല്ല. അപ്പോൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഒരു ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് ടെമ്പറേച്ചറുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താ, വോളിയം കൂടുതലാണെങ്കിൽ ടെമ്പറേച്ചർ കൂടിയിരിക്കുമ്പോൾ വോളിയം കൂടുതലായിരിക്കും, ടെമ്പറേച്ചർ കുറഞ്ഞതാണെങ്കിൽ വോളിയം കുറവായിരിക്കും. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നോക്ക്, എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ച്, വി ബൈ ടി എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതാണ് എന്ത്, ചാൾസ് ലോ. ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ എന്ത് ചെയ്തു, ബി ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ടി ഈക്വൽ ടു സൈനിന് ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ എങ്ങനെയാവും, വി ബൈ ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് പറയും. അതായത് വി ബൈ ടി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത്. ഇനിയും ഇതാ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ കണ്ടില്ലേ, വി വൺ ബൈ ടി വൺ ഈസ് ഈക്വൽ ടു വി ടു ബൈ ടി ടു. ഇത് നമുക്ക് ഈ ഇക്വേഷൻ ഓർത്ത് വെക്കണം, കാരണം ഈ ചാൾസ് ലോ റിലേറ്റ് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൽ ആ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാനെ കൊണ്ട് ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഓർക്കുക, ചാൾസ് ലോ എന്ന് പറയുന്നത് വോളിയം ടെമ്പറേച്ചർ റിലേഷനാണ്. അവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അവിടുത്തെ ഇക്വേഷനും പഠിച്ചു വെക്കുക. അത്രയേ ഉള്ളൂ ചാൾസ് ലോ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് അവഗാഡ്രോസ് ലോ. അവഗാഡ്രോ ലോ എന്ന് പറയുന്നത് എന്താ, വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും തമ്മിലുള്ള റിലേഷനാണ് തരുന്നത്. എന്താണ് അവഗാഡ്രോ ലോ പറയുന്നതെന്ന് നോക്കാം. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇത് സിമ്പിളാണ്. എന്താ, പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ എഴുതാം, വി വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ, ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനായിട്ട് വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എൻ എന്ന് വരും. അപ്പോൾ എൻ ഈക്വൽ ടു സൈൻ ഇപ്പുറത്ത് വരുമ്പം എന്ത് വരും, വി ബൈ എൻ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് പറയും. ഇതിനെ നമുക്ക് എന്താ ക്വസ്റ്റ്യൻസിലൊക്കെ കാണും, പ്രോബ്ലംസൊക്കെ ചോദിക്കും. അപ്പം ഇവിടെ മറ്റേ ഇതുപോലെ നമുക്ക് വി വൺ ബൈ എൻ വൺ ഈസ് ഈക്വൽ ടു വി ടു ബൈ എൻ ടു എന്നുള്ള റിലേഷനും ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടും പ്രോബ്ലംസൊക്കെ എഴുതാനായിട്ട് പറ്റും. അതായത് വി വൺ ബൈ എൻ വൺ ഈസ് ഈക്വൽ ടു വി ടു ബൈ എൻ ടു. വി വോളിയം, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ്. കേട്ടല്ലോ. ഇനിയും അപ്പോൾ ഇതാണ് ചാൾസ് ലോയും അവഗാഡ്രോസ് ലോയും. ഇത് ശ്രദ്ധിക്കണം. ചാൾസ് ലോ എന്ന് പറയുന്നത്, ആദ്യം ബോയിൽസ് ലോ എടുക്കാം. ബോയിൽസ് ലോ എന്ന് പറയുന്നത് പ്രഷർ വോളിയം റിലേഷൻ ആയിരുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരുന്നു.
ചാൾസ് ലോ വരുമ്പോഴത്തേക്കും വോളിയവും ടെമ്പറേച്ചറും ആയിരുന്നു. വോളിയം ടെമ്പറേച്ചർ റിലേഷനാണ് തരുന്നത്. അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. മൂന്നാമത് അവഗാഡ്രോസ് ലോയ്, അവിടെ എന്തായിരുന്നു, വോളിയം എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓരോ ലോസിലും ഏതാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതെന്നും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗ്യാസ് ലോസസിനെ കുറിച്ചുള്ള ക്ലാസ്സസ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കണം. ഇനി ഏത് ടോപ്പിക്കിനെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് വേണ്ടത് എന്നുള്ളതും കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ പറയുക.